ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു മാങ്ങാച്ചാർ ഇട്ടാലോ? ഇതൊരു സ്പെഷ്യലാണ് കേട്ടോ. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്, എങ്കിലും ഒരു സ്പെഷ്യൽ എണ്ണ മാങ്ങയാണ് കേട്ടോ. ഇതിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ തുടങ്ങിയാലോ? അപ്പോൾ ഇത് ഞാൻ മാങ്ങ എടുത്ത് നന്നായിട്ടത് കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു മീഡിയം സൈസ് രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തത്. നമ്മൾ ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് അതിനെ ഒന്നുകൂടി രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് ഇച്ചിരി നീളമുള്ള മാങ്ങയാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ നമ്മൾ മാങ്ങ രണ്ട് ഭാഗത്ത് കട്ട് ചെയ്തെടുത്തിട്ട് തന്നെ ഇതേപോലെ ഈ ഒരു വലിപ്പത്തിൽ നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്ത ശേഷം നടുക്കൂടെ നമുക്ക് ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കാം. വെച്ചാൽ ഇങ്ങനെ നടുക്കൂടെ ഞാൻ ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം എളുപ്പത്തിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ ഇത്രയും വലിപ്പത്തിൽ വേണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാം അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം മാങ്ങയും ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഈ ഒരു വലിപ്പത്തിലാണ് ഞാനെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ കാണിക്കുന്നത്. പണ്ട് നമ്മൾ മാങ്ങയൊക്കെ ഇങ്ങനെ അരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കിയൊക്കെ ഉണ്ടാക്കത്തില്ല. അപ്പോൾ ഇപ്പം നമുക്കങ്ങനെ അരിഞ്ഞ് ഉണക്കാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ ഉണ്ടാക്കാം. എണ്ണമാങ്ങയൊക്കെ പണ്ട് തൊട്ടേ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഗ്യാസ് കത്തിച്ചിട്ട് അതിലേക്ക് ചുവട് കട്ടിയുള്ള പാത്രം വെക്കാം. നമുക്ക് എണ്ണ ഒഴിക്കാൻ വേണ്ടിയാണ്. എണ്ണ ഒഴിച്ച് നമുക്ക് ഈ മാങ്ങ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നല്ലെണ്ണയാണ് ഒഴിക്കേണ്ടത്. നല്ലെണ്ണ ഒന്ന് ചൂടായ ശേഷം നമുക്ക് മാങ്ങ ഇട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഒരുപാട് ചൂടല്ല, ഭയങ്കരമായി ചൂടായ ശേഷം ഇടരുത്. ഒരുമാതിരി ഒന്ന് ചൂടായ ശേഷം ഇതുപോലെ മാങ്ങ കുറേശ്ശെയായിട്ടിട്ട് ഒന്നിച്ചിട്ട് ചെയ്യരുത്. കുറേശ്ശായിട്ട് ഇട്ട ശേഷം നമുക്കത് വറുത്തെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ മാങ്ങ ഇട്ട ഉടനെ തന്നെ നമ്മൾ മാങ്ങ ഇളക്കാൻ പോകരുത്. മാങ്ങ ചിലപ്പം പൊടിയാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് മാങ്ങ ഇങ്ങനെ ഇട്ട ശേഷം ഒരു 2-3 സെക്കൻഡ് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെയ്യെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ മാങ്ങയൊക്കെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. മാങ്ങ ഇളക്കിയ ശേഷം നമ്മളൊന്ന് തീ ഒന്ന് കൂട്ടി വെക്കുക. തീ കൂട്ടി വെച്ച് തന്നെ ഇനിയും നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറേശ്ശെയായിട്ട് വറുത്ത് മാറ്റുവാണ്. നമ്മളിത് വെച്ചിട്ടെങ്ങും പോകരുത് കേട്ടോ. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നിന്ന് നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിത് വറുത്തെടുക്കുന്നുണ്ട്. ആദ്യം ഞാനിട്ട മാങ്ങ ഇതേ ഒരു പരുവാകുന്നുണ്ട് കോരി മാറ്റുന്നുണ്ട്. കോരി പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം നമുക്ക് അടുത്ത മാങ്ങയും കൂടെ ബാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങയും കൂടെ ഇട്ട് കുറേശ്ശെയായിട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം. നമുക്ക് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ മാങ്ങ വറുത്ത് കോരാൻ വേണ്ടിയുള്ള സമയം മാത്രമേ ഉള്ളൂ. വേറെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് അത്ര സമയം എടുക്കത്തില്ല കേട്ടോ. മാങ്ങ ഒന്ന് വറുത്ത് കോരി എടുക്കാനുള്ള സമയമാണ് നമുക്ക് കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ ഞാൻ ഇത് വറുത്തിങ്ങനെ കോരി വെക്കുന്നുണ്ട്. അങ്ങനെ ബാക്കിയിരിക്കുന്ന മാങ്ങയും കൂടെ കുറേശ്ശെയായിട്ട് നമുക്ക് വറുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഞാനിത് പാത്രത്തിലേക്ക് മാറ്റുവാണ്. അപ്പോൾ ഇതുപോലെയാണ് അത്. മാങ്ങ നമ്മളൊന്ന് എണ്ണയിൽ നിന്ന് എടുത്ത ശേഷം ഇരിക്കുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന മാങ്ങയും കൂടെ വറുത്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. പക്ഷേ ഗ്യാസ് കത്തിക്കാൻ പാടില്ല കേട്ടോ. ഗ്യാസ് കത്തിക്കാതെ നമ്മളൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ആവശ്യമായ പൊടികൾ നമുക്ക് ഇടാം. അപ്പം ഞാൻ ആദ്യം മുളക് പൊടിയാണ് ഇടുന്നത്. കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. നിങ്ങൾക്ക് എരി ആവശ്യമുണ്ടെങ്കിൽ നല്ല എരിവുള്ള മുളക് പൊടി ഇടുക. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. അതൊരു 3-3.5 സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഞാൻ ഇടുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ മാങ്ങയ്ക്ക് എത്ര ഉപ്പ് വേണോ അത് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഞാനിപ്പോൾ 2 സ്പൂണ് ഉപ്പ് ഇടുന്നുണ്ട്. ഉപ്പ് ഇട്ട് അതിലേക്ക് ഇനി വേണ്ടത് കായപ്പൊടിയാണ്. കായപ്പൊടി ഇട്ട് ഒരു 1/2 ടീസ്പൂണോളം ഉലുവാപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഉലുവാപ്പൊടി ഇട്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുവരെ നമുക്ക് തീ കത്തിച്ചിട്ടില്ല കേട്ടോ. ഇതെല്ലാം മിക്സായ ശേഷം നമുക്ക് തീ കത്തിച്ചിട്ട് ഈ പൊടികളൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കാം. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത്, കരിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് അതിൻ്റെ ഒരു പച്ചമണം എല്ലാം ഒന്ന് മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ പൊടികളൊക്കെ ചൂടായിട്ടുണ്ട്. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ നമുക്കിതിലേക്കിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് എല്ലാ മാങ്ങയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഞാൻ. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിലുണ്ടാക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടെ വേണമെങ്കിൽ ചൂടാക്കി ഇടണം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ കറിവേപ്പില ഇല്ലാത്തത് കൊണ്ട് ഞാനത് ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് കറിവേപ്പില ഇടുകയാണെങ്കിൽ അതൊന്ന് എണ്ണയിൽ ചൂടാക്കി ഇതിലേക്ക് ഇടാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മാങ്ങ വറുത്ത എണ്ണയില്ലേ, അത് നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിക്കാം.
ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് കുപ്പിയിലേക്ക് ആറിയ ശേഷം കുപ്പിയിലേക്ക് ആക്കുന്ന സമയത്തും ആദ്യം ഈ എണ്ണയിൽ കുറച്ച് കുപ്പിയിൽ ഒഴിച്ച ശേഷം ഈ മാങ്ങ ഇട്ട് അതിന് മുകളിൽ ബാക്കി എണ്ണയും കൂടെ ഒഴിച്ച് വെക്കാം. അപ്പം ഇത് ഒരുപാട് നാൾ കേടുകൂടാതെ നമുക്ക് ഇരിക്കും കേട്ടോ. ഒരുപാട് നാൾ വർഷങ്ങളോളം ഇത് കേടുകൂടാതിരിക്കും. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എണ്ണമാങ്ങയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആ മാങ്ങ ഒന്ന് വറുത്ത് കോരുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ കാണാം. ബൈ.